friends, we കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മളെ പൊങ്ങ് പായസത്തിന്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പൊങ്ങൊക്കെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടേനോ? കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ അതിന് അടിപൊളിയായിട്ടൊരു പേരുണ്ട്. ആ പേരാണ് കുമ്മാട്ടി ചിക്കൻ. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ രസമല്ലേ? അപ്പോൾ അത് കഴിക്കാനായി രസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ നേരം കളയാതെ വേഗം തന്നെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുമ്മാട്ടി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തത്. ബോൺലെസ് ചിക്കൻ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഞാനിത് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു. നല്ല കാശ്മീരി മുളക് പൊടി ഇതാ അത്യാവശ്യത്തിന് ഞാൻ ഇടുന്നുണ്ട്. ഒരു സ്പൂണ് നിറച്ച് മല്ലിപ്പൊടി ഇട്ടു. 1/2 സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കണേ. വെളുത്തുള്ളി ഇഞ്ചി നല്ല പോലെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്തു. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം. നല്ല നാടൻ കറിവേപ്പില അതേപോലെ ഇങ്ങോട്ട് ഊരി ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങ നല്ല പോലെ അതിക്കേണ്ട പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുക. ഈ ഒരു മസാല കൂട്ടി ഈ ഒരു ചിക്കൻ ഒരു 10 മിനിറ്റ് നേരക്കൊന്ന് വെക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ഈ ഒരു മസാലേൻ്റെ കൂട്ടി ചിക്കൻ്റെ ഉള്ളിക്കൊക്കെ ഇറങ്ങി നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് കാണാം. അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്, പാൻ വെച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതിയേ. 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ പരത്തി വെച്ചെടുക്കുക. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു 1/4 വേവ് ആവണത് വരെ ഒന്ന് വേവിച്ചെടുക്കട്ടോ. അതായത് നല്ലോണം കറുമുറു എന്നൊന്നും പറയണ്ടേ, ക്രിസ്പി ആവണ്ടെന്നർത്ഥം. ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നമുക്ക്. കുറച്ച് സമയമായില്ലേ നമ്മളിത് അങ്ങനെ ഇളക്കി ഇങ്ങനെ വിചാരിച്ച രീതിയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ഇത്ര മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ നമുക്ക് ഇനി വേഗം നമുക്ക് കോരി മാറ്റാം. അടുത്ത സെറ്റും കൂടി 1/2 വേവായിട്ട് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കോരി മാറ്റാം. നമ്മൾ ചിക്കൻ പൊരിച്ച ആ പാനിലേക്ക് തന്നെ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടാക്കി പെരിഞ്ജീരകം ഇട്ടെടുത്തു. ഒന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ടെടുത്തു. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചത് ഇട്ടെടുത്തു. പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ വട്ടത്തിലരിഞ്ഞ പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മൂത്ത് വന്ന ഈ ഒരു ഉള്ളി പച്ചമുളകിക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച വല്യുള്ളി ചേർക്കട്ടോ, അതായത് സവാള. ഇന്നാൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് ഞാൻ വല്യുള്ളി ചേർക്കുക എന്നൊക്കെ പറഞ്ഞേന്നു. അപ്പോൾ ഈ വല്യുള്ളി എന്ന് ചില ആൾക്കാർ കേൾക്കുന്നത് വെള്ളുള്ളി എന്നാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഒരു കമൻറ്റിൽ ഞാൻ വായിച്ചാണേ. അപ്പോൾ സവാള എന്ന് പറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വല്യുള്ളി എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി. സവാള എന്ന് പെട്ടെന്ന് എനിക്ക് വായിൽ വരില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇനി അങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കാം. ഉള്ളി ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ തേങ്ങാ കൊത്തുകൂടി ചേർക്കണവർക്ക് ചേർക്കട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചേർക്കണില്ല. അപ്പം അതിനൊരു കാരണമുണ്ട്, അതും നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. ഉള്ളി വാടിയിട്ടുണ്ടല്ലോ. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കട്ടോ. ഇത്തിരി കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, ചില്ലി ഫ്ലേക്സ് 1 സ്പൂണ്, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി, 1 സ്പൂണ് നിറയെ ചിക്കൻ മസാല പൊടിയും കൂടി ചേർത്തു കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടോ. ഇനി ഈ പച്ചമണം പോണവരെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കട്ടെ നമ്മൾ. അപ്പോൾ തീയൊന്ന് നല്ലോണം കുറച്ച് വയ്ക്കണേ, അല്ലെങ്കിൽ പൊടി വേഗം കരിയും. മസാലേൻ്റെ പച്ചമണമൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊരിച്ച് വെച്ചുകൊടുത്താൽ ചിക്കൻ ഇതിക്കട്ട് ചേർക്കുക. എന്നിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യണേ. എല്ലാ മസാലയും ചിക്കൻമേൽ നല്ലോണം പിടിച്ച് വന്ന ഈ ഒരു അവസരത്തിൽ ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ആവിയിൽ വേവിക്കുക. അപ്പോൾ കുറച്ച് സമയമായി, ഒന്ന് തുറക്കുക. ഓ ഏതാ ഭംഗി. നമുക്ക് ഒന്നും കൂടി ഇളക്കട്ടോ. ഇതിൻ്റെ മണം ഇങ്ങനെ മൂക്കിക്ക് അടിച്ചിട്ട് രക്ഷയില്ല കേട്ടോ.
അങ്ങനെ നമ്മളെ ചിക്കൻ കുമ്മാട്ടി ഇതാ നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പം നമ്മളെ ഈ ഒരു ചിക്കൻ കുമ്മാട്ടി നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ രീതിയിൽ തന്നെ കഴിക്കാം. പക്ഷെ ഞാനിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റെഡിയായ ചിക്കൻ കുമ്മാട്ടി വേറൊരു പാത്രത്തേക്ക് ഇതേപോലെ വെക്കുന്നുണ്ട് ഞാൻ. നമ്മളിതൊരു കത്തി വെച്ചിട്ട് ഇതിനെങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് ഫുള്ള് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ബണ്ണെടുക്കുക കേട്ടോ. ഈ ബണ്ണിനെ ഒന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. ഫുള്ള് മുറിക്കണ്ട. എന്നിട്ട് ഇതൊന്ന് കുറച്ചെടുക്കുക. ഈ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക. നമുക്കിതൊരു പാത്രത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. വീണ്ടും ഒരു ബണ്ണും കൂടി എടുത്തിട്ട് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുക്കണത്, അതുപോലെ തേങ്ങാക്കൊത്ത് ഒഴിവാക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ എന്തിനാ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ബണ്ണിൻ്റെ ഉള്ളിൽ നിറയ്ക്കാണല്ലോ. അപ്പോൾ നിറയ്ക്കുമ്പോൾ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് വിനാട്ടനാണ് കേട്ടോ എത്തിയത്. വിനാട്ടൻ ഈ സമയത്ത് എത്തിയതാണ്. അപ്പോൾ 1-2 ആൾക്കാർ ചോദിച്ചായിരുന്നു വിനാടിനെ എന്താ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതെന്ന്. ഒന്ന് പറഞ്ഞു കൊടുത്താണ്. പണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എപ്പോഴും വീഡിയോയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ എന്നോട്. അതെ, ഈ ടൈമിൽ വൈകും അല്ലേ. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ടാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യല്ലേ നമുക്ക്? ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായോ? പിടിച്ചോളി, ശരിക്കും പിടിക്കേ. സാൻഡ്വിച്ചല്ല, ഇതിൻ്റെ പേര് പറഞ്ഞിട്ടേ. കുമ്മാട്ടി ചിക്കൻ. ടേസ്റ്റ് ഉണ്ടോ? ഞാനും കൂടി ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സംഭവം. ആ ഒരു പേര് പോലെ തന്നെ കുമ്മാട്ടി എന്ന് പറഞ്ഞ ഒരു കലാരൂപമാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കൊണ്ട് ഇങ്ങനെ ഒരു കലാരൂപം തീർക്കാനായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു ഉദ്ദേശം നല്ല അടിപൊളിയായിട്ട് തന്നെ വിജയിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടടുത്താലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവും, അതൊക്കെ ഞങ്ങൾക്ക് എഴുതി അറിയിക്കണം. അപ്പോൾ അതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ. നമ്മളെ കുട്ടികളുണ്ടായിരുന്നു ഇവിടെ, അവർക്കും കൂടി കൊടുക്കുക. അത് പിന്നെ അറിയാലോ, ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള നല്ല കമൻസാണ് എനിക്ക് വന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ കിച്ചുവിനും മിത്തുനും കഴിക്ക്. മിത്തു പറയ് സൂപ്പർ, കിച്ചു പറയ്. ഈ 2 വാക്കല്ലാതെ വേറെ എന്തെങ്കിലും പറയണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കി നല്ല ഇഷ്ടമായോ? അപ്പം ഇതിൻ്റെ പേരെന്താ അറിയില്ല? ഇതിൻ്റെ പേരാണ് കുമ്മാട്ടി ചിക്കൻ. പറയ് പറയ്. ആ, അപ്പം എല്ലാവരും ഉണ്ടാക്കണം, നല്ല അടിപൊളിയാണെന്നൊക്കെ പറയ്. വ്യൂവേഴ്സിനോട് പറഞ്ഞു കൊടുക്കേ. സൂപ്പർ.